നമസ്കാരം. വന്ന് 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 ഓരോ ദിവസവും കൗതുകങ്ങളുടെ പ്രളയമാണ്. ഇലക്ഷൻ കൗതുകമാണ്. പി കെ ശശി എന്ന് പറയുന്ന ആൾ പാലക്കാട് രാജിവെച്ചു. കെ ടി ഡി സി ചെയർമാനായിട്ടുള്ള സ്ഥാപനത്തിൽ നിന്ന് രാജിവെച്ചു. വലിയൊരു പദവിയാണ്. നേരത്തെ ചെറിയാൻ ഫിലിപ്പൊക്കെ ഇരുന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് രാജിവെച്ചു. രാജിവെച്ചിട്ട് പുതിയൊരു പാർട്ടി ഉണ്ടാക്കി. RMP പോലെ CMP പോലെ പുതിയൊരു പാർട്ടി പാലക്കാട് ഉണ്ടാക്കി. അതിൻ്റെ ബാനറിൽ സ്വതന്ത്രനായി നിന്ന് UDF സ്വതന്ത്രനായി മത്സരിക്കുക എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ ഭയം അവിടെ അല്ല. സ്വതന്ത്രമായി പാർട്ടി ഉണ്ടാക്കിയവരെല്ലാം ഇപ്പോൾ CMP ഉണ്ടാക്കി. CMPക്ക് 3 പേരെയാണ്, ചിത്രപ്പുഴ വിജയകുമാറും പിന്നെ ഗോപാലകൃഷ്ണൻ നായരും പ്രവീൺ ദാസും 3 പേരെയാണ് രക്തസാക്ഷികളായിട്ട്. പിന്നെ നിരവധി ആളുകൾക്ക് തല്ല് കിട്ടി. MP രാഘവൻ അദ്ദേഹത്തിൻ്റെ പറശ്ശിനിക്കടവിൽ നിന്നുള്ള കുടുംബസ്വത്തെല്ലാം വിറ്റിട്ട് അല്ലെങ്കിൽ അതെല്ലാം കളഞ്ഞിട്ട് കണ്ണൂർ ടൗണിലേക്ക് വരേണ്ടി വന്നു. അവരുടെ ബന്ധുമിത്രാദികൾക്കെല്ലാം കണ്ണൂർ ടൗണിലേക്ക് വരേണ്ടി വന്നു. പുഷ്പനടക്കം 6 പേര് അവിടെ ഇപ്പുറത്ത് CPMന് മരിച്ചു, DYFIക്ക് മരിച്ചു. അതുപോലെ തന്നെ RMPക്ക് വലിയ വില, TP ചന്ദ്രശേഖരൻ്റെ വില കൊടുക്കേണ്ടി വന്നു. ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുമെന്ന് പറയുമ്പോൾ അവിടെ ഒരു വില കൊടുക്കേണ്ടി വരുമെന്ന് പറയും. റീത്ത് VS അനിൽകുമാർ MN വിജയൻ്റെ മാഷിൻ്റെ മകൻ്റെ വീട്ടിൻ്റെ പുറത്ത് വെളിയിലൊരു റീത്ത് കൊണ്ട് വച്ചിരിക്കുന്നു. എൻ്റെ ഭയം ഇനി പി കെ ശശി പുതിയ പാർട്ടി ഉണ്ടാക്കി പി കെ ശശിക്കോ പി കെ ശശിയുടെ കൂടെ നിൽക്കുന്നവരോ ഇനി രക്തസാക്ഷി ആവുമോ പാലക്കാട്? അതൊരു ഭയമാണ്. അതവിടെ നിൽക്കട്ടെ. എന്തായാലും പാലക്കാട് മത്സരിക്കും അല്ലെങ്കിൽ തൃശ്ശൂർ മത്സരിക്കുമെന്ന് പറഞ്ഞിരുന്ന 2 സഹോദരങ്ങൾ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ഒരാൾ തിരുവനന്തപുരത്ത് ഉണ്ട്, കുറച്ച് കാലമായി തിരുവനന്തപുരത്തുണ്ട്. സഹോദരൻ ഇവിടെയുണ്ട്. സഹോദരി പക്ഷേ തൃശ്ശൂരാണ്. സഹോദരിയോട് ഇപ്പോൾ BJP പറഞ്ഞിരിക്കുന്നത് സഹോദരനെ പിടിക്കാനാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. സഹോദരി നമ്മുടെ പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന BJPയിലേക്ക് പോയിട്ടുള്ള BJPയുടെ സംസ്ഥാന പ്രധാനപ്പെട്ട കമ്മിറ്റിയിൽ, നിർവാഹക സമിതി പോലുള്ള കമ്മിറ്റിയിലൊക്കെ ഉള്ള വനിതകളുടെ ശബ്ദമായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞാൽ അടുത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു വനിതയാണ് അശ്വനി. ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ നിൽക്കുന്ന ആ കേഡറിൽ തന്നെ ഉണ്ട്. ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമാണ്. കൃത്യമാണ് കാര്യം. പത്മജ വേണുഗോപാൽ വട്ടിയൂർക്കാവിലേക്ക് വരുന്നു എന്നാണ് കേൾക്കുന്നത്. തിരുവനന്തപുരത്ത് ഇവിടെ കെ മുരളീധരൻ ആൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ പ്രവർത്തനങ്ങളിലാണ് നിൽക്കുന്നത്. ഇനി സഹോദരി വരുന്നു എന്നറിഞ്ഞ് സഹോദരൻ മതിയാക്കുമെന്നറിയില്ല. എന്തായാലും സഹോദരിയും സഹോദരനും 2 പാർട്ടിയിൽ നിന്ന് മത്സരിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം പൊളിക്കും. കേരളത്തിലും ദേശീയ തലത്തിലും വലിയ ചർച്ചയാവും. കരുണാകരൻ്റെ മകൻ ലീഡറുടെ മകൻ കെ മുരളീധരനും ലീഡറുടെ മകൾ പത്മജ വേണുഗോപാലും തിരുവനന്തപുരത്ത് BJP ഒന്ന് ദേശീയമായ തലത്തിൽ ഭരിക്കുന്ന പാർട്ടിയുടെയും സംസ്ഥാനത്ത് ഭരിക്കാൻ ഞങ്ങൾ വരുന്നു എന്ന് പറയുന്ന പാർട്ടിയുടെ മുന്നണിയുടെയും 2 നേതാക്കൾ, വലിയ നേതാക്കൾ, സംസ്ഥാന തലത്തിലുള്ള 2 നേതാക്കൾ വട്ടിയൂർക്കാവിൽ മത്സരിച്ചാൽ ഞങ്ങളൊക്കെ വട്ടിയൂർക്കാവുകാരാണ്. ഞങ്ങൾക്ക് ഭാഗ്യമുണ്ട്. കാരണം തീ പാറുന്ന മത്സരം കാണാൻ പറ്റും. ഈ സഹോദരനും സഹോദരിയും കൂടി എന്ത് രാഷ്ട്രീയമാണ് പറയുന്നതെന്ന്. മുരളീരവം എന്നൊക്കെ പറയുന്ന തൃശ്ശൂരിലെ മുരളീരവമുണ്ട്. അതുപോലെ തന്നെ അവിടെ വീടൊക്കെ ഉണ്ട്. കരുണാകരൻ്റെ കല്ലറയൊക്കെ ഉള്ളത്. കരുണാകരൻ്റെ കല്ലറയുള്ളത് ശരിക്കും പറഞ്ഞാൽ പത്മജയുടെ വീട്ടിലാണെന്ന് തോന്നുന്നു. അവർ വലിയ ടീമാണ്. അപ്പോൾ എന്തായാലും പത്മജ വേണുഗോപാൽ തൃശ്ശൂർ മത്സരിച്ചു. നേരത്തെ കോൺഗ്രസിന് വേണ്ടി തോറ്റുപോയി, അവിടെ നിൽക്കുന്നില്ല. വട്ടിയൂർക്കാവിൽ വരുന്നു എന്നാണ് കേൾക്കുന്നത്. വട്ടിയൂർക്കാവിൽ പത്മജ വേണുഗോപാൽ വരികയാണെങ്കിൽ അത് വലിയ ഒരു വരവായിരിക്കും, ഒരു 1.5 വരവായിരിക്കും. മനോഹരമായിരിക്കും തിരഞ്ഞെടുപ്പ്. അപ്പോഴൊരു ചോദ്യമുണ്ട്, നമ്മുടെ കൃഷ്ണകുമാർ അണ്ണന് എവിടെയാണ് സീറ്റ്? ചേട്ടൻ ഇങ്ങനെ വട്ടിയൂർക്കാവിൽ നിറഞ്ഞു നിൽക്കുകയാണ്, പരന്ന് കിടക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് സീറ്റ് ഇല്ലയോ? അതോ അദ്ദേഹത്തിന് ഈസ്റ്റല്ല പഴയ സെൻട്രൽ ഈസ്റ്റ്, പഴയ ഈസ്റ്റ് ഇപ്പോഴത്തെ സെൻട്രലിൽ സീറ്റ് കൊടുത്തിട്ട് കരമന ജയന് സീറ്റില്ലാതെ വരുമോ? അപ്പോൾ വളരെ രസകരമാണ്. പിന്നെ ശ്രീലേഖ IPS മത്സരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് അവരെ സീറ്റിനെ സംബന്ധിച്ച് നമുക്ക് തർക്കം വയ്ക്കാൻ പറ്റില്ല. കരമന ജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മത്സരിക്കുന്നുവെന്നും മത്സരിക്കുന്നില്ല എന്നും പറയുന്നു. മത്സരിക്കുകയാണെങ്കിൽ അത് തിരുവനന്തപുരം സെൻട്രലായിരിക്കും. അങ്ങനെയാണെങ്കിൽ കൃഷ്ണകുമാറിന് സീറ്റ് കൊടുക്കണ്ടേ? കൃഷ്ണകുമാറിന് സീറ്റ് കൊടുത്താൽ അത് വട്ടിയൂർക്കാവിൽ കൊടുക്കുമോ? അങ്ങനെയാണെങ്കിൽ പത്മജ വേണുഗോപാൽ വരാൻ പറ്റുമോ? എന്തായാലും പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത വളരെ വളരെ ചൂടുള്ള അപ്പം പോലെ വിറ്റ് പോകുന്ന വാർത്ത, വളരെ പ്രധാനപ്പെട്ട വാർത്ത. പത്മജ വേണുഗോപാൽ വേഴ്സസ് കെ മുരളീധരൻ എന്നുള്ളതാണ്. ഇത് വട്ടിയൂർക്കാവിൽ ഇത് സംഭവിക്കുകയാണെങ്കിൽ വലിയ മത്സരമായിരിക്കും. കാരണം നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, അതിൻ്റെ പിന്നെ ഓപ്പോസിറ്റ് ആരെന്നറിയില്ല, ശിവൻകുട്ടിയാണോ അതുപോലെ ഹരിയാണോ അവിടെ വൈഷ്ണവയാണോ, അവിടുത്തെ സംവിധാനമുണ്ട്. അത് കഴിഞ്ഞിട്ട് മുരളീധരൻ കഴക്കൂട്ടത്ത് മത്സരിക്കുന്നു. അത് തീപാറുന്ന മത്സരമായിരിക്കും. കാരണം മുരളീധരൻ അവിടെ ഉണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് മുരളീധരൻ മണ്ഡലത്തിലുണ്ട്. PK കൃഷ്ണദാസ് കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് കാട്ടാക്കട മണ്ഡലത്തിലുണ്ട്. അപ്പോൾ ഇത് വലിയ ഒരു ബഹളമായിരിക്കും നടക്കുക. CP ജോൺ
മത്സരിക്കുമെന്ന് കേൾക്കുന്നു. ഈ നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിൽ അത് അങ്ങനെ സീറ്റ് സി പി ജോൺ ചോദിച്ചിട്ടുണ്ട്. ശിവകുമാറിന് സീറ്റില്ലെങ്കിൽ സി പി ജോണിനായിരിക്കും സീറ്റ്. അങ്ങനെയാണെങ്കിൽ ആ മത്സരവും വളരെ കടുത്ത മത്സരമായിരിക്കും തിരുവനന്തപുരത്ത് നടക്കുക. എന്തായാലും കൊള്ളാം. കേരളത്തിൽ ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ അഖിൽ മാരാർ കൊട്ടാരക്കരയിൽ അദ്ദേഹം 2020 ചേർന്ന് അദ്ദേഹം അവിടെ കൊട്ടാരക്കരയിൽ ചിലപ്പോൾ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ രശ്മി അവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത് 2020 സംബന്ധിച്ചിടത്തോളം കൊട്ടാരക്കര തന്നെ വേണമെന്നില്ല. ഏത് മണ്ഡലത്തിൽ കൊണ്ട് നിർത്തിയാലും ഇയാൾ സോഷ്യൽ ഇൻഫ്ലുവൻസറും സിനിമാ സംവിധായകനും മറ്റേ ബിഗ് ബോസിൻ്റെ താരം എന്നുള്ള നിലയിൽ അഖിൽ മാരാർ എല്ലാവർക്കും അറിയാം. അപ്പോൾ എവിടെ കൊണ്ട് നിർത്തിയാലും മതി. അതുകൊണ്ട് കേരളത്തിൽ എവിടെയെങ്കിലും അഖിൽ മാരാർ മത്സരിക്കുമോ? ഇന്നലെ സാബുവിനോടൊപ്പം ചേർന്ന് പത്രസമ്മേളനമൊക്കെ നടത്തിയിട്ടുണ്ട്. 2020 സാബുവിനോടൊപ്പം ചേർന്ന് പത്രസമ്മേളനമൊക്കെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അഖിൽ മാരാർ ഇനി മത്സരിക്കുമോ? അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ വളരെ രസകരമായ ഒരുപാട് കൗതുക മത്സരങ്ങൾ കാണാം. പ്രേംകുമാറിൻ്റെ മത്സരം, എ സുരേഷ് VSൻ്റെ പി ആയിട്ടുള്ള എ സുരേഷ്, പിന്നെ ജയൻ ചേർത്തല, ഇങ്ങനെ വളരെ കൗതുകമുള്ള ഒരുപാട് മത്സരങ്ങൾ നടക്കുന്നു. അങ്ങനെ കൗതുകമുള്ള മത്സരങ്ങളിൽ ഏറ്റവും കൗതുകമുള്ള ഒരു മത്സരം ആയിരിക്കും നമ്മുടെ ഈ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ സംഭവിക്കുക. അത് മുരളീധരനും പത്മജ വേണുഗോപാലും തമ്മിലാണെങ്കിൽ രസകരമായിരിക്കും. മുരളീധരൻ നേരത്തെ KPCC പ്രസിഡൻ്റാണ്. അദ്ദേഹം മുൻ മന്ത്രിയാണ്. അദ്ദേഹം പിന്നെ കോൺഗ്രസിൻ്റെ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു പാർട്ടി ഉണ്ടാക്കി, കരുണാകരനുമായിട്ട് ചേർന്നുകൊണ്ട് മറ്റൊരു പാർട്ടി ഉണ്ടാക്കി. ആ പാർട്ടി പൊട്ടിപ്പോയതുകൊണ്ട് വീണ്ടും തിരിച്ച് കോൺഗ്രസിലേക്ക് വന്നതാണ്. കരുണാകരൻ്റെ മകനാണ്. ഒരുപാട് വിശേഷണങ്ങളുള്ള കെ മുരളീധരൻ. മാത്രമല്ല കഴിഞ്ഞ ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിന് തിരുവനന്തപുരത്ത് 10 സീറ്റ് ഉണ്ടായിരുന്നതിനെ 20 സീറ്റാക്കി വർദ്ധിപ്പിക്കുന്നതിൽ, ഇരട്ടി സീറ്റാക്കി വർദ്ധിപ്പിക്കുന്നതിൽ മുഖ്യ പങ്കാളിത്തം വഹിച്ചത് കെ മുരളീധരനായിരുന്നു. അദ്ദേഹത്തിനായിരുന്നു പ്രചരണത്തിൻ്റെ ഇലക്ഷൻ ചുമതല, ക്യാമ്പയിൻ്റെ ചുമതല. ആ 10 മണ്ഡലങ്ങൾ വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളായിട്ടുള്ള കവടിയാർ, അത് ഇപ്പോൾ UDF ആണ്, ശബരിനാഥ്, മുട്ടട വൈഷ്ണ സുരേഷ്, അത് UDF ആണ്, കോൺഗ്രസ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കേശവദാസപുരം കോൺഗ്രസ് ആണ്. പിന്നെ തുറവൂർ കോൺഗ്രസ് ആണ്, സുഭാഷ്. അങ്ങനെ തുറവൂരിലെ കിണവൂർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ മണ്ഡലങ്ങൾ, പട്ടം, കേശവദാസപുരം, നാലാഞ്ചിറ, മുട്ടട, കവടിയാർ തുടങ്ങിയ എല്ലാ പ്രദേശങ്ങളും ഇരിക്കുന്നത് UDFൻ്റെയോ കോൺഗ്രസിൻ്റെ കയ്യിലാണ്. ആ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ മുരളീധരന് വലിയ റീച്ചുണ്ട് തിരുവനന്തപുരത്ത്. മുരളീധരൻ നിന്നാൽ, പകരം പത്മജ വന്നാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളത് അറിയില്ല. കരുണാകരൻ തന്നെ കാണട്ടെ. അദ്ദേഹത്തിന് അനുഗ്രഹം മകൾക്കാണോ മകനാണോ എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാത്തിരുന്നു കാണാം.